ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ സംഘടനകൾ. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും തെരുവ് യുദ്ധം ഇന്നുമുണ്ടായി. സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധ മാർച്ചുകളിൽ വൻ സംഘർഷമാണ് ഉണ്ടായത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, വലിയ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിൽ തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ. ഇന്ന് എവിടെയെല്ലാമാണ് വലിയ സംഘർഷം ഉണ്ടായിട്ടുള്ളത്? ഈ സംഘർഷങ്ങളെല്ലാം അവസാനിച്ചോ അഞ്ജു? സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. തുടർച്ചയായ 4ാം ദിവസവും കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് വളരെ സമര പരമ്പര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഈ പ്രതിഷേധം ആളിക്കത്തിക്കാനുള്ള ശ്രമം അത് പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഓരോ പോഷക സംഘടനകളെയും ഇറക്കിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തലസ്ഥാനത്ത് ഇവിടെ തിരുവനന്തപുരത്ത് വരെയുള്ള വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് മാത്രമല്ല BJP ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രതിഷേധത്തുണ്ട്. ആ പ്രതിഷേധങ്ങളൊക്കെ അക്രമാസക്തമാകുന്ന കാഴ്ചകളാണ് പലയിടങ്ങളിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമാനമായിട്ട് തിരുവനന്തപുരത്ത് ഇവിടെ നടന്ന മഹിളാ കോൺഗ്രസിന്റെ സമരത്തിൽ 3ഓളം പ്രവർത്തകർക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി അടി കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. എന്തായാലും സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. നേരത്തെ കാസർഗോഡ് പ്രതിഷേധത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതും പാലക്കാട് BJP പ്രവർത്തകർ പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഒക്കെ കണ്ടു. സമാനമായ സംഭവം തന്നെയാണ് പലയിടങ്ങളിലും നടക്കുന്നത്. കോഴിക്കോട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ സംഘർഷത്തിലാണ് കലാശിച്ചത്. അവിടെ പോലീസും പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നതൊക്കെ കണ്ടു. പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോവാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ K. മുരളീധരനാണ് ഇവിടുത്തെ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിക്കൊണ്ട് ആയിരുന്നു പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നാലെ 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിച്ച വരുണിന് നേരെ കൂവി വിളിക്കുകയും പോലീസിന് നേരെ ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുകയല്ലാതെ പിരിഞ്ഞു പോകാൻ തയ്യാറില്ല. പക്ഷെ നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ സമരം നിർത്തി പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഷേധം അതിരുമ്പുകയാണ്. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധങ്ങളാണ് കേരളത്തിന്റെ പലയിടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന് തന്നെ നേരത്തെ അവർ വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് ആളുകളോട് കൂടുതൽ ചോദിക്കാം. എന്താണ്, പ്രവർത്തകരൊക്കെ ഇവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ഇവരോട് ഈ സമരം ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. മന്ത്രി വീണ ജോർജിന് എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിന്റെ അഭിപ്രായം. കേരളത്തിലെ അമ്മമാരുടെ ഒരു വികാരം അത് തന്നെയാണ്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഹർഷീനയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത് നമ്മൾ കേട്ടതാണ്. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ അവിടെ നേരിട്ട് ആ സമയത്ത് എത്തിയതാണ്. അങ്ങനെ ഒരു ബിൽഡിംഗ് തകർന്നു വീണപ്പോൾ ഏറ്റവും ആദ്യം നൽകേണ്ടിയിരുന്നത് മാനുഷിക പരിഗണനയാണ്. ഒരു ജീവൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോലും മന്ത്രി വീണ ജോർജിന് എങ്ങനെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കാൻ സാധിക്കും? ഒരു ജീവന് വില കൽപ്പിക്കാത്ത, ആ ജീവൻ പൊലിഞ്ഞതിന് ശേഷം മന്ത്രി വാസവൻ നടത്തിയ പരാമർശം എത്ര മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും ഉണ്ടാവും. ഞങ്ങൾ ജനുവരി 4-ാം തീയതി കാസർഗോഡ് നിന്നും മഹിളാ സാഹസ് കേരള യാത്ര ആരംഭിച്ച് 915 സംസാരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ. മഹിളാ കോൺഗ്രസും BJP-യും കോൺഗ്രസും UDF-ഉം എല്ലാം തന്നെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ്. ഇന്നും തെരുവ് യുദ്ധമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശാണ് JB-യുമായി സംസാരിക്കുന്നത്.